ഇന്നലെയും ഇന്നുമായി ഹോർമോസ് കടലിടുക്കിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര സന്തോഷമുണ്ടാകുന്നതല്ല. നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഹോർമോസ് കടലിടുക്കിന് സമീപം കാർഗോയുമായി പോവുകയായിരുന്ന കപ്പലിന് തീപിടിച്ച് ഇന്ത്യക്കാരനായ നാവികൻ മരിച്ചു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ദുരന്തത്തിൽ 4 പേർക്ക് പൊള്ളലേറ്റു എന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് 18 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ച് അപകടമുണ്ടായത്. തീപിടിച്ചതിന് പിന്നാലെ പൂർണ്ണമായും കടലിൽ മുങ്ങുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തി അടിയന്തര ചികിത്സയ്ക്കായി ദുബായിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർഗോയുമായി പോവുകയായിരുന്ന കപ്പലിന് തീപിടിക്കാനുണ്ടായ കൃത്യമായ കാരണം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വലിയ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇന്ത്യൻ നാവികർ സഞ്ചരിച്ച കപ്പലിനും അപ്രതീക്ഷിതമായി തീപിടിച്ചത് എന്നാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ തന്നെ വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെ വലിയ ഭീഷണികൾ നിലനിൽക്കുന്ന മേഖലയാണ് ഹോർമൂസ് കടലിടുക്ക്. അതുകൊണ്ട് തന്നെ ഡ്രോൺ ആക്രമണമാണോ അപകടത്തിന് പിന്നിലെന്ന് അധികൃതർ വിശദമായി പരിശോധിച്ചു വരികയാണ്. കപ്പലിൽ ഗതാഗതത്തിനും ചരക്കു നീക്കത്തിനും നിർണായക സ്ഥാനമുള്ള ഈ മേഖലയിൽ സുരക്ഷ സംബന്ധിച്ച് വ്യാപാര ലോകത്തിന് അതൊരു കനത്ത ആശങ്ക തന്നെ നിലവിൽ സൃഷ്ടിക്കുകയാണ്. തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ അതുവഴി കടന്നുപോയ മറ്റൊരു വാണിജ്യ കപ്പലിലെ ജീവനക്കാരാണ് കടലിൽ വീണ ഇന്ത്യൻ നാവികരെ അതിവേഗം രക്ഷപ്പെടുത്തിയത്. ജീവൻ രക്ഷിക്കാനുള്ള ഈ അടിയന്തര ഇടപെടൽ വലിയൊരു ദുരന്തത്തിന്റെ വ്യാപ്തി ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചു. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ 4 ഇന്ത്യക്കാരെയും ദുബായിലെ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവർക്ക് ആവശ്യമായ മെഡിക്കൽ പരിചരണം നൽകുന്നുണ്ടെന്നും നിലവിൽ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വിശദമാക്കിയിരിക്കുകയാണ്. കൂടുതൽ നാവികർക്ക് പരിക്കുകളുണ്ടോ എന്ന കാര്യത്തിൽ അധികൃതർ പരിശോധനകൾ തുടരുകയാണ്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്തത്തിന് ഇരയായവർക്ക് എല്ലാവിധ മെഡിക്കൽ സഹായങ്ങളും ലഭ്യമാക്കാൻ ഭരണകൂടവും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകട വിവരം അറിഞ്ഞ ഉടൻ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്ന നാവികരെ സന്ദർശിച്ചു. വെള്ളിയാഴ്ച രാത്രിയാണ് പ്രതിനിധി സംഘം പരിക്കേറ്റവരെ നേരിൽ കണ്ട് വിവരങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞത്. ഇതിനു പുറമെ മുങ്ങിയ ഉരുവിന്റെ ഉടമയുമായി കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. ആവശ്യമായ എല്ലാ സഹായങ്ങളും മുൻഗണനാടിസ്ഥാനത്തിൽ ഉറപ്പാക്കുമെന്ന് കോൺസുലേറ്റ് അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യൻ നാവികർക്ക് ലോകമെമ്പാടുമുള്ള സമുദ്ര ഗതാഗത മേഖലയിൽ നിർണായക സ്ഥാനമാണുള്ളത്. അടുത്തിടെയായി ചെങ്കടൽ, അറബിക്കടൽ, ഹോർമൂസ് കടലിടുക്ക് എന്നീ പശ്ചിമേഷ്യൻ സമുദ്രപാതകളിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കടൽ കൊള്ളക്കാരുടെ ഭീഷണികൾക്ക് പുറമെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളും നിരന്തരം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ശ്രദ്ധാകുലരാണ്. എങ്കിലും തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള സമഗ്രമായ അന്വേഷണമാണ് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ നടന്നുവരുന്നത്. വരും ദിവസങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുമെന്നാണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്.